ഇത്തവണ ഇടുക്കി കൈപ്പത്തിക്ക് തന്നെ. ഈ ഉറച്ച തീരുമാനത്തിലാണ് ഹൈറേഞ്ചിലെ കോൺഗ്രസ് നേതൃത്വമുള്ളത്. കാലങ്ങളായിട്ട് കേരള കോൺഗ്രസ് പാർട്ടിക്ക് വിട്ടു നൽകിയിരുന്ന ഇടുക്കി സീറ്റ് ഇക്കുറി തിരിച്ചുപിടിച്ച റോഷി അഗസ്റ്റിനെതിരെ ശക്തനായ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കുവാൻ DCC KPCCക്ക് ശുപാർശ നൽകി കഴിഞ്ഞു. ഇടുക്കി മണ്ഡലത്തിൽ കോൺഗ്രസിന് അനുകൂലമായ വീശുന്ന കാറ്റ് വെറുതെയല്ല. അതിന് പ്രധാനമായിട്ട് 3 കാരണങ്ങളാണുള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം. അടുത്തിടെ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി മണ്ഡലത്തിലെ ഭൂരിഭാഗം പഞ്ചായത്തുകളിലും കട്ടപ്പന നഗരസഭയിലും UDF നേടിയ ഉജ്ജ്വല വിജയം പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്നു. വന്യജീവി ആക്രമണം, പട്ടയ പ്രശ്നങ്ങൾ തുടങ്ങിയ ഹൈറേഞ്ചിലെ അടിസ്ഥാന പ്രശ്നങ്ങൾ LDF സർക്കാർ പരാജയപ്പെട്ടത് ജനങ്ങൾക്കിടയിൽ വലിയ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾ തമ്മിലുള്ള പോരാട്ടത്തെക്കാൾ കോൺഗ്രസ് നേരിട്ട് മത്സരിക്കണം എന്നതാണ് താഴെത്തട്ടിലെ പ്രവർത്തകരുടെ വികാരം. റോഷി അഗസ്റ്റിൻ എന്ന വൻമരത്തെ വീഴ്ത്താൻ തന്ത്രജ്ഞരായ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് പരിഗണിക്കുന്നത്. പ്രധാനമായിട്ടും ഉയർന്നു കേൾക്കുന്ന പേരുകൾ ഇവയൊക്കെയാണ്. ബിജോ മാണി, DCC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള യുവ നേതാവ്. റോയ് K. പൗലോസ്, മുൻ DCC പ്രസിഡന്റ്, ഹൈറേഞ്ച് രാഷ്ട്രീയത്തിലെ പരിചയ സമ്പന്നൻ. ഫ്രാൻസിസ് അരക്കിപ്പറമ്പിൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, യുവത്വത്തിന്റെ ഊർജവുമായി വരാൻ സാധ്യതയുള്ള ഒരു നേതാവ്. ഇടുക്കി എന്നും കോൺഗ്രസിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. മുൻപ് PT തോമസിനെ പോലെയുള്ള കരുത്തരായ നേതാക്കന്മാരെ വിജയിപ്പിച്ച മണ്ണ്. റോഷി അഗസ്റ്റിന്റെ വ്യക്തിപരമായ സ്വാധീനത്തെ മറികടക്കുവാൻ സംഘടനാ സംവിധാനം ശക്തമാക്കിയാൽ ഇത്തവണ ഇടുക്കി കോട്ടയിൽ കോൺഗ്രസ് പതാക പാറുമെന്നതിൽ തർക്കമില്ല. ഇടുക്കിയിലെ രാഷ്ട്രീയ ചിത്രം മാറുകയാണ്. 1/4 നൂറ്റാണ്ടായി മണ്ഡലത്തെ തളച്ചിട്ടിരിക്കുന്ന ഇടത് ഭരണത്തിന് അന്ത്യം കുറിക്കാൻ കോൺഗ്രസ് ഇക്കുറി പടയൊരുക്കം നടത്തുന്നത് വമ്പൻ തന്ത്രങ്ങളുമായിട്ടാണ്. വ്യക്തി കേന്ദ്രീകൃതമായ രാഷ്ട്രീയത്തിന് പകരം സംഘടനാ സംവിധാനത്തിന്റെ കരുത്ത് കാട്ടി മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് KPCCയും DCCയും ലക്ഷ്യമിടുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ സർപ്രൈസ് തന്ത്രമായിരിക്കും കോൺഗ്രസ് ഒരുക്കുക. കേവലം ഒരു മത്സരം എന്നതിനപ്പുറം ഇടുക്കിയുടെ മണ്ണും മനസ്സും അറിയുന്ന ഒരാളെ തന്നെ രംഗത്തിറക്കാനും കോൺഗ്രസ് ലക്ഷ്യമിടുന്നുണ്ട്. കേരള കോൺഗ്രസ് ഗ്രൂപ്പുകൾ സീറ്റ് വിട്ടു നൽകുന്ന രീതി അവസാനിപ്പിച്ച കോൺഗ്രസ് നേരിട്ട് കളത്തിലിറങ്ങുന്നത് വഴി അണികൾക്കിടയിൽ വലിയൊരു ഊർജമാണ് ഇതിനകം തന്നെ ഉണ്ടായിരിക്കുന്നത്. ജനകീയനായ ഒരു യുവ നേതാവോ അല്ലെങ്കിൽ ഹൈറേഞ്ചിലെ കർഷകർക്കിടയിൽ സ്വീകാര്യനായ ഒരു മുതിർന്ന നേതാവോ സ്ഥാനാർത്ഥിയാകുന്നതോടെ റോഷി അഗസ്റ്റിന്റെ ഭൂരിപക്ഷം ഇല്ലാതാകുമെന്നും കോൺഗ്രസ് കണക്ക് കൂട്ടുന്നു. ഇടുക്കിയിൽ ഇക്കുറി മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് വീശുമെന്ന് ഉറപ്പാണ്. കർഷകരെ വഞ്ചിച്ചും വികസനം മുരടിപ്പിച്ചും മുന്നോട്ടു പോകുന്നവർക്ക് ഹൈറേഞ്ചിലെ ജനത നൽകുന്ന ശക്തമായ തിരിച്ചടിയായിരിക്കും വരാനിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ്. കോട്ടയം കഴിഞ്ഞാൽ ഇടുക്കി ആയിരിക്കും ഇക്കുറി കേരളം ഉറ്റുനോക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ട വേദി.